കേരളത്തിലെ CPM-ന്റെ ഇപ്പോഴത്തെ സാഹചര്യം അല്ലെങ്കിൽ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ സഖാവ് ജി സുധാകരന് പ്രതീക്ഷയാണോ നിരാശയാണോ? പാർട്ടിക്ക് നിരാശ ഉണ്ടാവാറില്ല. എന്തുകൊണ്ടാണ് ആ തിരിച്ചടി ഉണ്ടായത് എന്ന് നല്ലപോലെ പരിശോധിച്ച് അത് തിരുത്താനുള്ള സംവിധാനങ്ങൾ എപ്പോഴൊക്കെ എടുക്കുന്നു അപ്പോഴൊക്കെ തിരിച്ച് ഉയർന്നു വന്നിട്ടുണ്ട് വീണ്ടും. അങ്ങനെയാണ് പാർട്ടിയുടെ ചരിത്രം. നിരാശയുടെ പ്രശ്നം ഉദിക്കുന്നില്ല. പക്ഷേ താങ്കൾക്ക് നേരിയ നിരാശയുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന ഒന്ന് രണ്ട് പരാമർശങ്ങളുണ്ട്. ഇപ്പോൾ നെഹ്റു സെൻറ്ററിൻ്റെ അവാർഡ് വാങ്ങിയ സമയത്ത് താങ്കൾ പറഞ്ഞു പഴയ കാലത്തേതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇപ്പോൾ ആ ഒരു പിന്തുണ കമ്മ്യൂണിസ്റ്റുകാർക്ക് കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. മാത്രമല്ല എന്തുകൊണ്ടാണ് കൂടുതൽ ആളുകൾ ഈ വർഗീയ ശക്തികളിലേക്ക് അല്ലെങ്കിൽ വർഗീയ സ്വഭാവമുള്ള പാർട്ടികളിലേക്ക് പോകുന്നത്, ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കണമെന്ന്. അപ്പോൾ ഇത് ഒരു നിരാശയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു മോഹഭംഗത്തിൽ നിന്നോ ഒക്കെ ഉണ്ടാകുന്ന നിരീക്ഷണങ്ങളല്ലേ? അല്ലല്ല, അതൊരു മോഹഭംഗമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിരാശയല്ല. പാർട്ടി എപ്പോഴും പരിശോധിക്കണം. പാർട്ടി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ പാർട്ടിക്ക് ഇവിടെ മോശം ഉണ്ടാകുന്നു, നിന്നുകൊണ്ടാണ് തിരുത്തണം. അതിനുള്ള കാര്യങ്ങളെപ്പറ്റി ഞാൻ പറയുന്നത്. അതിനകത്ത് വേറെ ഒന്നുമല്ല. തിരുവനന്തപുരത്ത് പ്രസംഗിച്ചപ്പോഴും അത്തരം കാര്യങ്ങളായിരിക്കും പറഞ്ഞത്. ആ പ്രസംഗത്തിൻ്റെ കോൺടെക്സ്റ്റിൽ പറയുന്നതല്ലേ. ഇപ്പോൾ ഈ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിവാദമൊക്കെ വന്നപ്പോൾ ഇപ്പോൾ ബി കുഞ്ഞികൃഷ്ണൻ്റെ ഒരു പുസ്തകം വന്നിരിക്കുന്നത് അണികൾ നേതൃത്വത്തെ തിരുത്തണം എന്നാണ്. ആ അഭിപ്രായം ജി സുധാകരനുണ്ടോ? കണക്കിലെന്തോ പ്രശ്നം ഉണ്ടായതായി പാർട്ടി സമ്മതിച്ചിട്ടുണ്ട്. അത് കുഞ്ഞികൃഷ്ണൻ പറയുന്ന പോലെ അല്ല, മസൂദൻ അല്ല അത് ചെയ്തിട്ട്. അദ്ദേഹം പറയുന്നതല്ല, മസൂദൻ്റെ പേരിലല്ല. അത് പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിലിട്ടോ അത് കൈകാര്യം ചെയ്തപ്പോൾ പറ്റിയ ഒരു വശമാണ്. ഇതൊക്കെ അങ്ങനെ പറഞ്ഞാണ് മനസ്സിലാക്കുന്നത്. പാർട്ടി പറയുന്നതിന് വിശ്വസിക്കാൻ കഴിയുള്ളൂ. അണികൾ നേതൃത്വത്തെ തിരുത്തണം എന്ന ആ ഒരു വാചകമുണ്ടല്ലോ, അതിനോട് ജി സുധാകരൻ ചേർന്ന് നിൽക്കുന്നുണ്ടോ? അങ്ങനെ ചില സന്ദർഭങ്ങൾ പാർട്ടിയിൽ വരുന്നുണ്ട് എന്ന് തോന്നുന്നു. ഒരു വാചകത്തിൽ ഒതുക്കേണ്ട ഒരു കാര്യമല്ല ആശയം. അപ്പോൾ അണികൾ നേതൃത്വത്തെ തിരുത്തണം എന്ന് പറയുന്ന ഒരു വാചകത്തിൽ ഓരോ അണിയും ഇറങ്ങി അങ്ങ് തിരുത്തുക എന്നുള്ളതല്ല. പാർട്ടി സംവിധാനത്തിൽ അതാണ് തിരുത്തൽ. അതിനാണ് പാർട്ടി സമ്മേളനം ചെയ്യുന്നത്. അവിടെ തിരുത്തൽ തന്നെ നടക്കുന്നത്. അപ്പോൾ സഖാവ് പറയുന്നത് കുഞ്ഞികൃഷ്ണൻ്റെ ഒരു ശൈലി ശരിയായില്ല എന്ന് കൂടിയാണ്. കുഞ്ഞികൃഷ്ണൻ്റെ ശൈലിയെ പറ്റിയല്ല. കുഞ്ഞികൃഷ്ണൻ അണികൾ നേതൃത്വത്തെ തിരുത്തണം എന്നൊരു വാചകം മാത്രം പറയുന്നത് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ പറയുന്ന വിശാലാർത്ഥത്തിലല്ല. അദ്ദേഹത്തിൻ്റെ അവിടുത്തെ കാഴ്ചപ്പാടും നിലപാടും അനുസരിച്ചൊരു അഭിപ്രായമാണ് പറയുന്നത്. ഞാനിപ്പോൾ കുഞ്ഞികൃഷ്ണനെ ആക്ഷേപിക്കാനും ഞാനൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല. അതിൻ്റെ ആവശ്യം എനിക്കില്ല. കുഞ്ഞികൃഷ്ണൻ പറയുന്നത് എന്താണ്? ഞാൻ പാർട്ടിയിൽ ചില കൊള്ളരുതായ്മകൾ സംബന്ധിച്ച് എൻ്റെ സംശയങ്ങൾ ഞാൻ പാർട്ടിയിൽ ഉന്നയിച്ചു. ഞാൻ കുഞ്ഞികൃഷ്ണൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് അതിലേക്ക് വരുന്നത്. അദ്ദേഹം പറഞ്ഞത് ഈ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ MLA മത്സരരംഗത്ത് ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം വ്യാജ രസീത് അടിച്ചു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഇതിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇത് നേതൃത്വത്തെ അറിയിക്കാൻ ശ്രമിച്ചു, സമിതികളിൽ ഉന്നയിച്ചു. ഇത് നേരിട്ട് അന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന കോടിയേരി ബാലകൃഷ്ണൻ അറിയിച്ചു. അതിനുശേഷം പിന്നീട് പാർട്ടി തലങ്ങളിൽ വിവിധ ഇടങ്ങളിൽ ഇത് ചർച്ചയ്ക്ക് വിധേയമാക്കി. കാത്തിരുന്നു 3-4 വർഷം ഇതിൽ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകുമെന്ന്. ഒന്നും ഉണ്ടായില്ല. ആ നിരാശയുടെ ഭാഗമായിട്ടാണ് ചില കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായതും ഇപ്പോൾ അദ്ദേഹം അത് പറഞ്ഞപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞികൃഷ്ണന്മാരുടെ അനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ താങ്കൾ പറയുന്ന രീതിയിലുള്ളൊരു തിരുത്തൽ സംവിധാനം ആ നിലയ്ക്ക് പ്രവർത്തിക്കുന്നുണ്ടോ കേരളത്തിൽ CPM-ൽ? പരിചയസമ്പന്നരും പാർട്ടിയോട് കൂറുള്ളവരുമായ സഖാക്കൾ ഒരവസരത്തിൽ പാർട്ടിക്കെതിരെ തിരിയാനുള്ള ഒരവസരം ഉണ്ടാക്കാൻ പാടില്ല. അവരെല്ലാവരും നമുക്ക് ആവശ്യമാണ്. പക്ഷേ തിരിഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ പോകുമല്ലാതെ വേറെ വഴിയില്ല. കുഞ്ഞികൃഷ്ണന്മാർ എല്ലായിടത്തും ഉണ്ടായെന്നുള്ളതിന് തെളിവൊന്നും വന്നിട്ടില്ല. അല്ല, തിരുവനന്തപുരത്തും സമാനമായ ഒരു സാഹചര്യം ഉണ്ടായി. എന്തോ ഒരു പ്രശ്നം ഉണ്ടായി. അയാൾ കോൺഗ്രസിലേക്ക്. അതെ. അപ്പം പോയവരൊക്കെ പാർട്ടിയെ കുറ്റം പറയണം. ഐഷ പോറ്റിയുടെ കാര്യം സഖാവ് ശ്രദ്ധിച്ചില്ലേ? അതെ, ഐഷ പിന്നെ കോൺഗ്രസ് പോയി. അതെ. ഈ പാർട്ടിയുടെ രക്തസാക്ഷി ഫണ്ട് ഇതുപോലെയുള്ള പാർട്ടി പൊതുജനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പണം ഒരു തരത്തിലുള്ള ആരോപണത്തിനോ ആക്ഷേപത്തിനോ ഇടയാക്കാതെ അത് ഉദ്ദേശിച്ച കാര്യത്തിൽ ചെലവഴിക്കുകയും ഇവരെ കണക്കുകൾ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പരസ്യമായിട്ട് അവതരിപ്പിക്കാറുണ്ട്, ചിലത് അവതരിപ്പിക്കാറില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. ഉദാഹരണം, നായനാർ ഫണ്ട് പിരിച്ചു. 14 ജില്ലയിലെ കണക്കൊന്ന് പ്രസിദ്ധീകരിച്ചു. പ്രസിദ്ധീകരിക്കണം വേണ്ട എന്നാണ് തർക്കമല്ല. ആവശ്യമുണ്ടെങ്കിൽ പ്രസിദ്ധീകരിക്കാനെന്താ? അല്ല, ഞാനിപ്പോൾ സഖാവിനോട് സംസാരിക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ ഒരാളോടാണ് സംസാരിക്കുന്ന ഉത്തമമായ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജി സുധാകരൻ ചോദിക്കുന്നത്. കാരണം ഇതിനകത്ത് ഇപ്പോൾ കേരളത്തിൽ CPIM തിരുത്തപ്പെടേണ്ടുന്ന
സന്ദർഭങ്ങളുണ്ടെന്ന് താങ്കൾ പറഞ്ഞു പരസ്യമായി ചില വിമർശനങ്ങൾ ഉന്നയിച്ചാൽ ചിലപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. ഇപ്പോൾ VS അച്യുതാനന്ദൻ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, താങ്കൾ ഏതെല്ലാം വേദികളിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് തന്നെ താങ്കൾ പറഞ്ഞു CPM നിന്ന് BJP-യിലേക്ക് തള്ളിവിടുന്ന ക്രിമിനൽ സംഘങ്ങൾ പാർട്ടിക്കകത്ത് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതെ, അത് ഹോൾ പാർട്ടിയെ പറ്റി അല്ലല്ലോ, അങ്ങനെയുള്ള പൊളിറ്റിക്കൽ ക്രിമിനൽസിനെ പറ്റിയാണ്. കാരണം എന്നോട് കഴിഞ്ഞ 5 വർഷമായി ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ ചിലരുടെ ഇയാൾ BJP പോടൂ, ഇയാൾ കോൺഗ്രസ് പോടുമെന്ന് തുടർച്ചയായിട്ട് അതിനൊരു മറുപടി പോലും ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞില്ല. ഞാൻ അതുകൊണ്ട് BJP-യിലും കോൺഗ്രസിലും പോകും, എനിക്ക് വേണേൽ ചാടി പുറപ്പെടാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.